കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വല്ല മെസ്സേജുകൾ കാര്യങ്ങൾ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ അനലൈസും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുന്നതനുസരിച്ച് നമുക്കൊരു ലൈവ് ട്രേഡിങ്ങിൻ്റെ രീതി നമുക്ക് ലൈവ് കാസ്റ്റിംഗ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മേജർ റിവേഴ്സൽ ഏരിയയ്ക്ക് അടുത്ത് തന്നെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ അടുത്തുള്ളൊരു മൂവേ നമ്മളുടെ മേജർ റിവേഴ്സൽ ഏരിയയ്ക്കുള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് മേജർ റിവേഴ്സൽ ഏരിയ, എന്താണ് മൈനർ റിവേഴ്സൽ ഏരിയ? അപ്പോൾ ഇതെല്ലാം ഫിബ് ലെവലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഹാർമോണിക്സിൻ്റെ ലെവലുകളായതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഈ സ്ട്രാറ്റജിനെ പറയുന്നത് തലതിരിഞ്ഞ സ്ട്രാറ്റജി എന്നാണ്. കാരണം എല്ലാവരും ഇനി മേലേക്ക് ചിന്തിക്കുമ്പോൾ അത് എവിടെ നിന്ന് തിരിച്ചു വരും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നിടത്താണ് നമ്മൾ എന്താണ് റിവേഴ്സൽ സെറ്റപ്പിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോസിലേക്ക് മാത്രമാണ്. അതായത് ഈ 185 റേഞ്ചിൽ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ 400 റേഞ്ച് വരെയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡും അതിനനുസരിച്ചിട്ടുള്ള ട്രേഡായിരിക്കും, പൊസിഷണൽ ട്രേഡായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായ റിവാർഡ് എനിക്ക് ഇവിടെ കിട്ടണം. അതാണ് എൻ്റെ ഒരു സെറ്റപ്പിൽ ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി ഈ സെറ്റപ്പ് മറ്റുള്ളവർ അനുകരിക്കാനോ മറ്റോ അല്ല, ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഏത് സെറ്റപ്പിനും അതിൻ്റേതായ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ട്രേഡിലേക്ക് പോകേണ്ടത്. അല്ലാതെ നമുക്ക് പല ചാനലുകളിൽ നിന്നോ മറ്റോ കിട്ടുന്ന അറിവുകളനുസരിച്ച് നമ്മൾ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലേക്ക് ചാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾക്കറിയാം എവിടെ ഇറങ്ങി മാറണം എന്നുള്ളത്. പണി പാളിയെന്ന് പറഞ്ഞാൽ ആളിട്ടിട്ട് പോകും. പിന്നെ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ തന്ന ആൾക്ക് ചിലപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കേണ്ടി വരും, നീ ഞാൻ കൊടുക്കണോ ഹോൾഡ് ചെയ്യണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ട്രേഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതെന്താണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ റിവേഴ്സൽ സെറ്റപ്പ് അനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ അനാലിസിസിനെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പാറ്റേണുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നതെന്ന് നോക്കാം. അതായത് ട്രെൻഡ് ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഒക്ടോബർ 14 മുതൽ ട്രെൻഡ് ഒരു നല്ല ബുൾ റണ്ണിലേക്ക് ഒരു മൂവായി. അത് ഏകദേശം ഒരു റേഞ്ചിൽ നിന്നിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ളൊരു മൂവ് ഈ ഏരിയയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ നമുക്ക് നോക്കാം. ഈ ട്രെൻഡ് ലൈനെ മാർക്കറ്റ് ഏകദേശം ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിനിടയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് ഒരു ഷാർപ്പ് മൂവ് നമുക്ക് കൊടുക്കേണ്ടായി. അതെവിടെയാണ് നോക്കാം നമുക്ക്. അത് ഈ ഏരിയയിൽ നിന്ന് എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സഡൻ മൂവ് ആയിരുന്നു നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മൂവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ റേഷ്യോ ഒന്ന് മാർക്കറ്റ് വന്നത്, അതായത് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മൂവ് ആയത് നല്ല ഷാർപ്പ് അപ്പ് മൂവ് കൊടുത്തെങ്കിലും ഈ ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്ത് നമ്മൾ ഈ ഏരിയനെ റെസ്പെക്ട് ചെയ്തു. ചാർട്ട് ഓൾറെഡി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം റിവേഴ്സൽ ഏരിയ ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ നോക്കാം 30 മിനിറ്റ്സ് ക്യാൻഡിൽ എന്താണ് അവിടെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷാർപ്പ് ബൗൺസ് ഏരിയ ആണെങ്കിൽ എന്താണ് ഇതിനെ പറയുന്നതാണ് ബംബ് എന്ന് പറയുന്നത് കാറ്റഗറി ട്രെൻഡ് ലൈനുകളിൽ വരുന്നതാണ്. അപ്പോൾ ബംബ് ആൻഡ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംബ് ആൻഡ് റൺ പാറ്റേൺ അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഷാർപ്പ് അപ്പ് മൂവിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് ബംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇമ്മീഡിയറ്റ്ലി ഒരു റിവേഴ്സലിനുള്ള സെറ്റപ്പ് കാണിക്കാറുണ്ട് സാധാരണഗതിയിൽ. അത് നിങ്ങൾ ഓരോ ചാർട്ടുകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഈ ഏരിയയിൽ എന്ത് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ഈ വിക്കുള്ളതിനെ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ പാറ്റേൺ ആണ് ഇവിടെ മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ പാറ്റേൺ നോർമലി നമുക്ക് പറയാവുന്നത് എന്താണ്, ഇവിടെ നിന്ന് വലിയൊരു റാലി കൊടുത്തിട്ടാണ് പോകുന്നത്. റാലി ബേസ് റാലിയാണ് സാധാരണ വരേണ്ടത്. അവിടെ നിന്ന് എന്താണ് ഡ്രോപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് കൺഫേം ആവണമെങ്കിൽ എന്താണ് ഈ ബ്രേക്ക് ഔട്ട് കൺഫേം ആക്കി നമുക്കൊരു റീടെസ്റ്റ് കിട്ടണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ട്രേഡിലേക്ക് എൻട്രി ആയിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഒരു ഷോർട്ട് ടൈം സ്റ്റോപ്പ് ലോസ് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് ലോസ് റേഞ്ച് ആയിട്ടുള്ള
58,400 ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രേഡിനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മളെ ടാർഗറ്റ് എങ്ങനെയായിരിക്കാം നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ലെവലിൽ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഒരു റീടെസ്റ്റ് ഈ ലെവലിലേക്ക് കൊടുത്ത് മാർക്കറ്റ് ഇവിടെ നിന്നും വീണ്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ, റിവേഴ്സൽ ക്യാൻഡിലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാൻഡിലുകളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന്, ഇപ്പോൾ സിംഗിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഡബിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ ഉണ്ടാവും. അതിലേക്ക് ഒന്നും ഞാൻ കാര്യമായിട്ട് കിടക്കുന്നില്ല. ഒരു ബിയറിഷ് എൻഗൾഫിങ്ങോ അതേപോലെ തന്നെ ഡോജിയോ ഹാമറോ അതേപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറോ ഇങ്ങനെയുള്ള പല പാറ്റേണുകളും ഇതിൽ ചിലപ്പോൾ നിർണായകമാവും. അപ്പോൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ അറിയാത്തവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടാണ് ആ ട്രേഡിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോബബിലിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റിവേഴ്സലായി കഴിഞ്ഞാൽ ഇതിനെ ക്ലീൻ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസൈഡ് ബ്രേക്ക്ഔട്ട് എന്ന് പറയും. അതായത് ഒരു ക്യാൻഡിൽ ഇതുപോലുള്ള ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അടുത്തൊരു റീടെസ്റ്റിന് ശേഷം താഴേക്കുള്ള ടാർഗറ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് നമുക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇത് ഒക്ടോബറിൻ്റെ എക്സ്പയറിയിലൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ് എങ്കിലും നമുക്ക് എന്താണ് ഒരു 700 to 1000 പോയിൻറ്റിൻ്റെ ഒരു മൂവ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അത് കണ്ടീഷൻസ് അപ്ലൈ. നമുക്ക് എന്താണ് ഈ ഏരിയയിലേക്ക് വരും തോറും നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക. നമ്മളെന്താ നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ നമ്മൾ അപ്പാടെ നമ്മുടെ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ലോസിനെ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യാനും കൂടി പഠിക്കുക. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിലേക്ക് ഇറങ്ങുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ നീങ്ങും തോറും നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് ഓരോ പോയിന്റിൽ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരു കരിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ മാർക്കറ്റിൽ സക്സസ് ആയിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം, ഇനി മാർക്കറ്റ് അടുത്ത ദിവസം ഈ ഏരിയയിൽ നിന്ന് തിരിച്ചു കയറി ഈ ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് മേജർ റിവേഴ്സൽ ഏരിയയാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നമുക്ക് എന്താണ് മേജർ റിവേഴ്സൽ ഏരിയ എന്നുള്ളൊരു റിവേഴ്സൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം നമുക്കൊരു 30,000 പോയിൻറ്റിന് അടുത്ത് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പറയില്ല, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. അപ്പോൾ അത് തികച്ചും ഞാൻ അനലൈസ് ചെയ്യുന്ന എൻ്റെ രീതി കൊണ്ടാവാം ഇങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് സാധ്യതകൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു റിവേഴ്സൽ പാറ്റേണുകളോ മറ്റോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രെൻഡിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷന് വെയിറ്റ് ചെയ്യുക, ക്യാൻഡിൽ കൺഫർമേഷന് വെയിറ്റ് ചെയ്യുക. ഇവിടുത്തെ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് ട്രേഡേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് നല്ല റിവാർഡ് തരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഉപസംഹരിക്കാം.